എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 100 ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏവ? 20, 21. അനുച്ഛേദം 20ഉം 21മാണ് അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത ഭരണഘടനാ അനുച്ഛേദങ്ങൾ. അത്ലറ്റ്സ് ഫുട്ട് എന്ന അസുഖത്തിന് കാരണം? ഫംഗസ് ആണ് അത്ലറ്റ്സ് ഫുട്ട് എന്ന അസുഖത്തിന് കാരണമാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ക്വീൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ. എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്നു? 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്നത്. എല്ലാ സ്ഫോടക വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന മൂലകം? നൈട്രജനാണ് എല്ലാ സ്ഫോടക വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന മൂലകം. ഏത് അനുച്ഛേദം പ്രകാരമാണ് സായുധ സേനകളിലെ അംഗങ്ങളുടെ മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? 33. അനുച്ഛേദം 33 പ്രകാരമാണ് സായുധ സേനകളിലെ അംഗങ്ങളുടെ മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് ആരുടെ മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭഗത് സിംഗ്. ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് എന്നത് ഭഗത് സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വാഹനങ്ങളിൽ കൂളൻ്റ് ആയി ജലം ഉപയോഗിക്കാൻ കാരണം? വിശിഷ്ട താപധാരിത കൂടുതലാണ്. വാഹനങ്ങളിൽ കൂളൻ്റായി ജലം ഉപയോഗിക്കാൻ കാരണം ജലത്തിന് വിശിഷ്ട താപധാരിത കൂടുതലായതുകൊണ്ടാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മേഘപടലമുള്ള ഗ്രഹം? ശുക്രനാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ മേഘപടലമുള്ള ഗ്രഹം. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വഹിച്ചിരുന്ന പദവി? രാജപ്രമുഖൻ. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വഹിച്ചിരുന്ന പദവിയായിരുന്നു രാജപ്രമുഖൻ. ഹിമാലയ പർവ്വതനിരയുടെ ദൈർഘ്യം എത്ര കിലോമീറ്ററാണ്? 2400. ഹിമാലയ പർവ്വതനിരയുടെ ദൈർഘ്യം 2400 കിലോമീറ്ററാണ്. ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത്? ജനങ്ങളുടെ കോടതി ലോക് അദാലത്താണ് ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത്. കൃഷ്ണഗിരി സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാട് ജില്ലയിലാണ് കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ശ്രീമൂലം പ്രജാസഭാംഗമായിരിക്കെ ദളിത് കോളനികൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? പൊയ്കയിൽ യോഹന്നാൻ. ശ്രീമൂലം പ്രജാസഭാംഗമായിരിക്കെ ദളിത് കോളനികൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടത് പൊയ്കയിൽ യോഹന്നാനായിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി? അസീമുള്ള ഖാനാണ് 1857 വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി. 1920കളിൽ മദാരി പാസിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന കർഷക പ്രക്ഷോഭം? ഏകാപ്രസ്ഥാനമാണ് 1920കളിൽ മദാരി പാസിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന കർഷക പ്രക്ഷോഭം. മനുഷ്യകോശത്തിലെ സ്വരൂപ ക്രോമസോമുകൾ എത്ര ജോഡിയാണ്? 22. മനുഷ്യകോശത്തിലെ സ്വരൂപ ക്രോമസോമുകൾ 22 ജോഡിയാണ്. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ? കോർട്ടിസോൾ. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ഇന്ത്യയുടെ ഏത് ഭാഗമാണ് രാജ്യത്തെ തേയിലയുടെ 4/3 ഉൽപ്പാദിപ്പിക്കുന്നത്? വടക്ക് കിഴക്കൻ ഇന്ത്യ. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗമാണ് രാജ്യത്തെ തേയിലയുടെ 4/3 ഉൽപ്പാദിപ്പിക്കുന്നത്.
ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഹൈക്കോടതി ജഡ്ജി. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട തത്തുല്യ യോഗ്യതകളാണ് ഉണ്ടായിരിക്കേണ്ടത്. കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം. കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം ഭ്രമണം. കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം ഭ്രമണം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചത്? ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായണനായിരുന്നു. അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം. അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം. സ്വവർഗരതി നിയമവിധേയമാക്കുവാൻ പ്രേരകമായ കേസ്. നവ്തേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നവ്തേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ് സ്വവർഗരതി നിയമവിധേയമാക്കുവാൻ പ്രേരകമായ കേസ്. ചാൽക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്. ചാൽക്കോജൻ കുടുംബം 16ാം ഗ്രൂപ്പ്. 16ാം ഗ്രൂപ്പാണ് ചാൽക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്. ഹാലോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഹാലോജൻ കുടുംബം 17ാം ഗ്രൂപ്പ്. 17ാം ഗ്രൂപ്പാണ് ഹാലോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്. ഉള്ളി മുറിക്കുമ്പോൾ കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന മൂലകം. സൾഫർ. സൾഫറാണ് ഉള്ളി മുറിക്കുമ്പോൾ കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന മൂലകം. ബാംഗ്ലൂരിൻ്റെ പേര് ബംഗളൂരു എന്ന് മാറ്റിയ വർഷം? 2014. 2014 ബാംഗ്ലൂരിൻ്റെ പേര് ബംഗളൂരു എന്ന് മാറ്റിയത്. ജന്തുക്കളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണം. ആന്ത്രാക്സ് രോഗത്തിന് കാരണം ബാക്ടീരിയ. ബാക്ടീരിയയാണ് ജന്തുക്കളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണം. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ആസ്ഥാനം? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ആസ്ഥാനം. കേരളത്തിലാദ്യത്തെ സെൻട്രൽ പ്രിസൺ? കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിലാദ്യത്തെ സെൻട്രൽ പ്രിസൺ. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥാസമാഹാരം രചിച്ചത്? വൈക്കം മുഹമ്മദ് ബഷീർ. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥാസമാഹാരം രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അഷ്ടമുടിക്കായലിൻ്റെ മുഖ്യ ജലസ്രോതസ് ഏത് നദിയാണ്? കല്ലടയാർ. അഷ്ടമുടിക്കായലിൻ്റെ മുഖ്യ ജലസ്രോതസ് കല്ലടയാറാണ്. ഇന്ത്യയിൽ അധിവസിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഏറ്റവും പഴക്കം കൂടിയത്? നെഗ്രിറ്റോകൾ. ഇന്ത്യയിൽ അധിവസിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഏറ്റവും പഴക്കം കൂടിയ വിഭാഗമാണ് നെഗ്രിറ്റോകൾ. ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതുമേഖല? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതുമേഖല. ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ് ഗ്രാമലക്ഷ്മി? കോഴി. ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ് ഗ്രാമലക്ഷ്മി? കോഴി. കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ പദവി നിർത്തലാക്കണമെന്ന് നിർദ്ദേശിച്ചത് ആര്? പോൾ എച്ച് ആപ്പിൾബി. പോൾ എച്ച് ആപ്പിൾബിയാണ് കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ പദവി നിർത്തലാക്കണമെന്ന് നിർദ്ദേശിച്ചത്. സ്വത്തവകാശം ഇപ്പോൾ ഏത് തരം അവകാശമാണ്? നിയമപരമായ അവകാശം. സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമപരമായ അവകാശമാണ്. ടയർ, ചെരുപ്പ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ? സ്റ്റൈറീൻ ബ്യൂട്ടാഡീൻ റബ്ബർ. SBR. സ്റ്റൈറീൻ ബ്യൂട്ടാഡീൻ റബ്ബറാണ് ടയർ, ചെരുപ്പ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ. പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകം? സെനോൺ. പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകമാണ് സെനോൺ. കേരളത്തിൻ്റെ പെലെ എന്നറിയപ്പെട്ടത്? TKS മണി. TKS മണിയായിരുന്നു കേരളത്തിൻ്റെ പെലെ എന്നറിയപ്പെട്ടത്. കേരളത്തിലെ ജൈവ ജില്ല? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല. ഗോൾഡൻ ജയൻറ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം? ഗോൾഡൻ ജയൻറ്റ് ശനി. ശനിയാണ് ഗോൾഡൻ ജയൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം.
ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് നഗരപാലിക ബിൽ രാജ്യസഭയിൽ പരാജയപ്പെട്ടത്? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് നഗരപാലിക ബിൽ രാജ്യസഭയിൽ പരാജയപ്പെട്ടത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1995. 1995 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ അൽഡോസ്റ്റെറോൺ. അൽഡോസ്റ്റെറോൺ എന്ന ഹോർമോണാണ് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യമേർപ്പെടുത്തണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം 350A. അനുച്ഛേദം 350A ആണ് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യമേർപ്പെടുത്തണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം. ആറ്റിങ്ങൽ കലാപസമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. ആദിത്യവർമ്മയായിരുന്നു ആറ്റിങ്ങൽ കലാപസമയത്തെ വേണാട് രാജാവ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ രചിച്ചത് M.N. റോയ്. M.N. റോയുടെ രചനയാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി? പാമ്പാർ. പാമ്പാറാണ് ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി. കരം തമ്മണ്ണ ദൊരയുടെ നേതൃത്വത്തിൽ 1839 മുതൽ വിവിധ റംബ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് കരം തമ്മണ്ണ ദൊരയുടെ നേതൃത്വത്തിൽ 1839 മുതൽ വിവിധ റംബ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത്? ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത്. പാക് കടലിടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന നദി? പാക് കടലിടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് വൈഗ. വൈഗ നദിയാണ് പാക് കടലിടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന നദി. പ്രാണവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ. ഓക്സിജനാണ് പ്രാണവായു എന്നറിയപ്പെടുന്നത്. 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? 4S അഡ്രിനൽ. അഡ്രിനൽ ഗ്രന്ഥിയാണ് 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? പമ്പ. പമ്പ നദിയിലാണ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഭാരത് ഭാഗ്യവിധാത എന്ന പേരിൽ ജനഗണമന ആദ്യം പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി പത്രിക. തത്വബോധിനി പത്രികയിലായിരുന്നു ഭാരത് ഭാഗ്യവിധാത എന്ന പേരിൽ ജനഗണമന ആദ്യം പ്രസിദ്ധീകരിച്ചത്. ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെൽ. ഡംബലിൻ്റെ ആകൃതിയിലുള്ള സബ്ഷെൽ പി സബ്ഷെല്ലാണ് ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെൽ. PR ശ്രീജേഷ് ഇന്ത്യയുടെ ഏത് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു? ഹോക്കി. PR ശ്രീജേഷ് ഇന്ത്യയുടെ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി? 55-ാം ഭേദഗതി. അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതിയായിരുന്നു 55-ാം ഭരണഘടനാ ഭേദഗതി. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 3. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവത്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 3. ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകളാണ് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകൾ. ഇന്ത്യയിൽ തുടങ്ങുകയും പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനം? ലോബയാൻ പ്രസ്ഥാനം. ലോബയാൻ പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ തുടങ്ങുകയും പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനം. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം? ശുക്രൻ. ശുക്രനാണ് ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം. ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തം? യൂറിയ. യൂറിയയാണ് ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തം. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിച്ചത്?
കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിക്കാൻ കാരണമായ കേസ്. വ്യവസായ വിപ്ലവ കാലത്ത് മുഖ്യ ഊർജ സ്രോതസ് ആയിരുന്നത് കൽക്കരിയായിരുന്നു വ്യവസായ വിപ്ലവ കാലത്ത് മുഖ്യ ഊർജ സ്രോതസ് ആയിരുന്നത്. കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തൈറോയിഡ്. കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. ജനഗണമനയുടെ പൂർണ്ണരൂപത്തിന് എത്ര ചരണങ്ങളാണ് ഉള്ളത്? 5. ജനഗണമനയുടെ പൂർണ്ണരൂപത്തിന് 5 ചരണങ്ങളാണ് ഉള്ളത്. ദേശീയ ജലപാത 2 കടന്നു പോകുന്ന സംസ്ഥാനം അസം. ദേശീയ ജലപാത 2 കടന്നു പോകുന്നത് അസം സംസ്ഥാനത്തിലൂടെയാണ്. നെഹ്റു ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഹിന്ദു മഹാസഭ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയാണ് നെഹ്റു ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഹിന്ദു മഹാസഭ നേതാവ്. വെള്ളായണി ഹ്രസ്വ ഏതിൻ്റെ ഇനമാണ്? മരച്ചീനിയുടെ ഒരു ഇനമാണ് വെള്ളായണി ഹ്രസ്വ. ഡ്രൈവർ, പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അയോഗ്യതയ്ക്ക് കാരണമാകുന്ന നേത്രരോഗം വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ്. വർണ്ണാന്ധതയാണ് ഡ്രൈവർ, പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അയോഗ്യതയ്ക്ക് കാരണമാകുന്ന നേത്രരോഗം. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ നീലവൃത്തമാണ് ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിർബന്ധിതമാക്കിയ ആദ്യ സംസ്ഥാനം ഗുജറാത്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിർബന്ധിതമാക്കിയ ആദ്യ സംസ്ഥാനം. 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പുസ്തകം രചിച്ചത് പി ഭാസ്കരൻ ഉണ്ണിയാണ് 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പുസ്തകം രചിച്ചത്. ട്രക്കിംഗ് കേന്ദ്രമായ സീതാർകുണ്ട് ഏത് ജില്ലയിലാണ്? പാലക്കാട്. ട്രക്കിംഗ് കേന്ദ്രമായ സീതാർകുണ്ട് പാലക്കാട് ജില്ലയിലാണ്. ദേശീയ ജലപാത 1ൻ്റെ നീളം എത്ര കിലോമീറ്ററാണ്? NW1 1620. ദേശീയ ജലപാത 1 NW1ൻ്റെ നീളം 1620 കിലോമീറ്ററാണ്. ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം പ്രോട്ടീനാണ് ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ആർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയായിരുന്നു യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ആർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത്. രാജ്യത്താദ്യത്തെ എയ്ഡ്സ് സാക്ഷരതാ ജില്ല പാലക്കാട് ജില്ലയാണ് രാജ്യത്താദ്യത്തെ എയ്ഡ്സ് സാക്ഷരതാ ജില്ല. റബ്ബർ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായകമായ ഹോർമോൺ എഥിലിനാണ് റബ്ബർ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായകമായ ഹോർമോൺ. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഫ്ലമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്? ആന്ധ്രാപ്രദേശിലാണ് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഏത് വിറ്റാമിനാണ് വിറ്റാമിൻ H, കോ എൻസൈം R എന്നിങ്ങനെയും അറിയപ്പെടുന്നത്? വിറ്റാമിൻ B7 ആണ് വിറ്റാമിൻ H, കോ എൻസൈം R എന്നിങ്ങനെയും അറിയപ്പെടുന്നത്. വാർലി എന്ന ഗോത്രവിഭാഗം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് വാർലി എന്ന ഗോത്രവിഭാഗം കാണപ്പെടുന്നത്. മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ ജിബെറലിൻ എന്ന ഹോർമോണാണ് മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ. സ്നാനയാത്ര എന്ന ആഘോഷം നടക്കുന്ന സംസ്ഥാനം ഒഡീഷ സംസ്ഥാനത്തിലാണ് സ്നാനയാത്ര എന്ന ആഘോഷം നടക്കുന്നത്.
ജലം നിറച്ചു വച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ അടിയിൽ വച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനം. ജലം നിറച്ചു വച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ അടിയിൽ വച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണമാകുന്നത് അപവർത്തനം മൂലമാണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശികവാദം ചെറി ബ്ലോസം. മാംഗോ ഷവർ. മാംഗോ ഷവറാണ് ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശികവാദം. തെങ്ങിൻ്റെ കൂമ്പുചീയൽ രോഗത്തിന് കാരണം ഫംഗസ്. ഫംഗസാണ് തെങ്ങിൻ്റെ കൂമ്പുചീയൽ രോഗത്തിന് കാരണമാകുന്നത്. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അനുവദിക്കാൻ അനുമതി ലഭിച്ചാൽ അതിന്മേലുള്ള ചർച്ചയ്ക്ക് തീയതി നിശ്ചയിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അനുവദിക്കാൻ അനുമതി ലഭിച്ചാൽ അതിന്മേലുള്ള ചർച്ചയ്ക്ക് തീയതി നിശ്ചയിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. കേരള വനം വകുപ്പിൻ്റെ വനം മിത്ര അവാർഡ് ആദ്യമായി നേടിയത് കല്ലേൻ പൊക്കുടൻ. കല്ലേൻ പൊക്കുടനാണ് കേരള വനം വകുപ്പിൻ്റെ വനം മിത്ര അവാർഡ് ആദ്യമായി നേടിയത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവം ഓണം. ഓണമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവം. കോൺഗ്രസിൻ്റെയും ഹോം റൂൾ ലീഗിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയായത് പാലക്കാട്. കോൺഗ്രസിൻ്റെയും ഹോം റൂൾ ലീഗിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയായത് പാലക്കാടായിരുന്നു. 1977 വാങ്കാരി മാതായി ആരംഭിച്ച പരിസ്ഥിതി സംഘടന ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻ്റാണ് 1977 വാങ്കാരി മാതായി ആരംഭിച്ച പരിസ്ഥിതി സംഘടന. ജ്ഞാനപ്രജാഗരം എന്ന പണ്ഡിത സദസ്സ് ആരംഭിച്ചത് തൈക്കാടയ്യ. തൈക്കാടയ്യാവായിരുന്നു ജ്ഞാനപ്രജാഗരം എന്ന പണ്ഡിത സദസ്സ് ആരംഭിച്ചത്. പട്ടികജാതി പട്ടികവർഗങ്ങൾക്കായുള്ള സംയോജിത ദേശീയ കമ്മീഷനെ 2 വ്യത്യസ്ത സ്ഥാപനങ്ങളായി വിഭജിച്ച ഭരണഘടനാ ഭേദഗതി. പട്ടികജാതി പട്ടികവർഗങ്ങൾക്കായുള്ള സംയോജിത ദേശീയ കമ്മീഷനെ 2 വ്യത്യസ്ത സ്ഥാപനങ്ങളായി ദേശീയ പട്ടികജാതി കമ്മീഷനെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷനെന്നും വിഭജിച്ച ഭരണഘടനാ ഭേദഗതി 89. പട്ടികജാതി പട്ടികവർഗങ്ങൾക്കായുള്ള സംയോജിത ദേശീയ കമ്മീഷനെ 2 വ്യത്യസ്ത സ്ഥാപനങ്ങളായി വിഭജിച്ച ഭരണഘടനാ ഭേദഗതിയായിരുന്നു 89ാം ഭരണഘടനാ ഭേദഗതി. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാത NH 544. NH 544 പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത. പ്രമേഹത്തിൻ്റെ ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് പ്രമേഹത്തിൻ്റെ ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.